നമ്മൾ ഓരോരുത്തരും ഈശോയ്ക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ട് തന്നെ നമ്മുടെ വീഴ്ചയും തകർച്ചയും അവൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ചില പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം നമ്മളെ തിരികെ കൊണ്ടുവരും. അതാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഓർത്തിരിക്കണം, എൻ്റെ നിയോഗത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ ദൗത്യത്തിലേക്ക് ഞാൻ തിരികെ എത്താനായിട്ട് ദൈവം ഒരുക്കുന്ന ചില വഴികളാണ് എൻ്റെ ചില പ്രതിസന്ധികളും എൻ്റെ ചില സങ്കടങ്ങളും. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിലൂടെ നമ്മുടെ പ്രതിസന്ധികളൊക്കെ അറിയുന്നൊരു ദൈവമുണ്ടെന്ന് വചനം നമുക്ക് ഉറപ്പ് തരികയാണ്. മനുഷ്യൻ്റെ പ്രതിസന്ധികളൊക്കെ ദൈവം കൃത്യമായിട്ട് അറിയുന്നുണ്ട്. ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം 6-ാം അധ്യായത്തിൽ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതാണ്. ഈശോ അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അത് ഭക്ഷിച്ച ജനം പിന്നെ അവനെ രാജാവാക്കാനായിട്ടാണ് പരിശ്രമിക്കുന്നത്. ഈശോയെ പിടിച്ച് രാജാവാക്കാൻ നോക്കുമ്പോൾ ഈശോ അവിടെ നിന്ന് പിൻവാങ്ങുകയാണ്, മലയിലേക്ക് പിൻവാങ്ങുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൽ ഇതിൻ്റെ വായന ഇങ്ങനെയാണ് വരുന്നത്. ഈശോ ശിഷ്യന്മാരെ മറുകരയ്ക്ക് പോകാനായിട്ട് നിർബന്ധിക്കുകയാണ്. ഈ അപ്പം ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുത്തതിന് ശേഷം ശിഷ്യന്മാരിങ്ങനെ ജനത്തിൻ്റെ അഭിനന്ദനങ്ങളൊക്കെ ഏറ്റ് നടക്കുകയാണ്. അപ്പോഴാണ് ഈശോ പറയുന്നത്, നിങ്ങൾ മറുകരയിലേക്ക് പോകണം. ശിഷ്യന്മാർക്ക് അല്പം പോലും താല്പര്യമില്ല. കാരണം കയ്യടികൾക്ക് നടുവിൽ നിന്ന് മാറിക്കൊടുക്കുക അത്ര സന്തോഷമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവൻ നിർബന്ധിക്കുകയാണ്. മത്തായി വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈശോ ശിഷ്യന്മാരെ നിർബന്ധിച്ച് മറുകരയ്ക്ക് പോകാനായിട്ട്. അവർ മറുകരയ്ക്ക് പോവുകയാണ്. ഈശോ മലയിൽ പ്രാർത്ഥിക്കുകയാണ്. എന്നും ഓർത്തിരിക്കുക, ദൈവം നമുക്കുമേൽ ഒരു നിയോഗം വെച്ചിട്ടുണ്ട്. ആ നിയോഗത്തിൽ നിന്ന് നമ്മൾ മാറാനൊരുങ്ങിയാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ആ നിയോഗത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കും. എന്തുകൊണ്ടാണെന്നോ, നമ്മളവന് പ്രിയപ്പെട്ടവനും അമൂല്യനുമാണ്. നമ്മൾ ഓരോരുത്തരും ഈശോയ്ക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ട് തന്നെ നമ്മുടെ വീഴ്ചയും തകർച്ചയും അവൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ചില പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം നമ്മളെ തിരികെ കൊണ്ടുവരും. അതാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഓർത്തിരിക്കണം, എൻ്റെ നിയോഗത്തിലേക്ക് ഞാൻ തിരിച്ചു വരാൻ, ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ ദൗത്യത്തിലേക്ക് ഞാൻ തിരികെ എത്താനായിട്ട് ദൈവം ഒരുക്കുന്ന ചില വഴികളാണ് എൻ്റെ ചില പ്രതിസന്ധികളും എൻ്റെ ചില സങ്കടങ്ങളും. ഇങ്ങനെ ശിഷ്യന്മാർ വഞ്ചിയിൽ മുൻപോട്ട് പോകുമ്പോൾ ശക്തമായ കാറ്റ് വീശുകയാണ്. ഈ വചനം നിങ്ങൾ പോയിരുന്ന് വായിക്കണം. അവരാരും ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നൊന്നും. ആ മലമുകളിലാണ് ശിഷ്യന്മാർ അവരുടെ കരബലങ്ങളിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് ഈ വഞ്ചി തുഴഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. പക്ഷേ നിന്റെ ദൈവത്തിന് നിന്നെ ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ വേദനകളും അത് ദൈവത്തിൻ്റെ വേദനകളാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അവൻ വഹിച്ചത് നമ്മുടെ വേദനകളാണ്, അവൻ ഏറ്റെടുത്തത് നമ്മുടെ വേദനകളാണ്. അതുകൊണ്ട് തന്നെ മലമുകളിൽ പ്രാർത്ഥിക്കുന്ന മിശിഹായുടെ മനസ്സ് ഇവർക്കൊപ്പം യാത്ര ചെയ്യുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ അവർക്ക് അടുക്കലേക്ക് നടന്നു വരികയാണ്. ഇവിടെ ഏറ്റവും വലിയ വൈരുദ്ധ്യമെന്ന് പറയുന്നത്, ശിഷ്യന്മാർ ഈശോയെ കണ്ട് ഭയപ്പെടുകയാണ്. അവർക്ക് രക്ഷകനായിട്ടെത്തുന്നവനെ കണ്ട് അവർ ഭയപ്പെടുകയാണ്. ഈശോ അവരോട് പറയുന്നുണ്ട്, ഇത് ഞാനാണ് ഭയപ്പെടേണ്ട. പഴയ നിയമ പശ്ചാത്തലങ്ങളിൽ ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന അങ്ങനെയാണ്, ഞാൻ ആയിരിക്കുന്നവനാണ്. ഈശോ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് അവൻ അവരെ മറുകരയിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ വായിക്കേണ്ട ആ വചനത്തിൻ്റെ അവസാനത്തിൽ വാചകമുണ്ട്,
അവർ അവനെ വഞ്ചിയിൽ കയറ്റാൻ ആഗ്രഹിച്ചു. ഉടനെ തന്നെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് വഞ്ചി എത്തുകയാണ്. എന്തുകൊണ്ട് ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളൊക്കെ ഇങ്ങനെ അലച്ചിലിനും കഷ്ടപ്പാടിലൂടെയും കടന്നു പോകുന്നു? ദൈവത്തെ കൂടാതെ, മിശിഹായെ കൂടാതെയുള്ള ചില യാത്രകളാണ് നമുക്ക് പ്രിയങ്കരം. അവനെ വഞ്ചിയിൽ കയറ്റാൻ ആഗ്രഹിക്കുന്ന നിമിഷം അവരുടെ വഞ്ചി ലക്ഷ്യസ്ഥാനത്തെത്തുകയാണ്. മിശിഹായെ ജീവിതത്തിലേക്കൊന്ന് കൂടെ കൂട്ടാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളൊക്കെ ലക്ഷ്യത്തിലേക്കുള്ള പലായനമാണ്. എന്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഇങ്ങനെ ലക്ഷ്യം തെറ്റിപ്പോകുന്നു? എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ നമ്മൾ പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നു? കാരണം ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന മനോഹരമായ ലക്ഷ്യത്തിൽ നിന്നും നമ്മുടെ കൊച്ചു സന്തോഷങ്ങളിലേക്ക് നമ്മൾ പരക്കം പായുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഓർക്കണം, എൻ്റെ പ്രതിസന്ധികൾ, എൻ്റെ വേദനകളൊക്കെ എൻ്റെ ദൈവത്തിൻ്റെ വേദനകളാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാകുമല്ലേ, ചില സഹനങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ എന്തേ തമ്പുരാൻ ഇങ്ങനെയാകുന്നത്? നമ്മുടെ സഹനങ്ങൾ നമ്മളെക്കാട്ടിലും വ്യക്തതയോടുകൂടി അറിഞ്ഞിട്ട് ആ സഹനങ്ങൾ അവൻ്റെ സഹനങ്ങളാക്കി മാറ്റി നമുക്കൊപ്പം നിൽക്കുന്ന ഒരു മിശിഹായെ കാണാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമുക്കിനിയും വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഒരു ഡോക്ടറുടെ ഒരു ഓർമ്മക്കുറിപ്പ് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പക്കൽ ഒരു കുട്ടിയെ ചികിത്സയ്ക്ക് കൊണ്ടുവരികയാണ്. അവൻ മാരകമായ രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ കുഞ്ഞിൻ്റെ അപ്പനുമായിട്ട് വളരെ അടുപ്പത്തിലാണ്. അവൻ ഉറങ്ങുന്നത് പോലും, പ്രത്യേകിച്ച് രോഗാവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ അപ്പൻ ഇവനെ നെഞ്ചത്ത് കിടത്തിയാണ് ഉറക്കുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഈ കുട്ടിയെ ICUയിലേക്ക് മാറ്റുകയാണ്. സന്ധ്യയാകുമ്പോൾ എനിക്കറിയാൻ തുടങ്ങുമ്പോൾ ഈ അപ്പൻ ഡോക്ടറോട് പറയുന്നുണ്ട്, ഡോക്ടറെ, അവൻ വയ്യാതായ ആ സമയം മുതൽ അവൻ എൻ്റെ നെഞ്ചിൽ കിടന്നാണ് ഉറങ്ങിയിരിക്കുന്നത്, അല്ലാതെ ഉറങ്ങാൻ അവനെ കൊണ്ട് പറ്റില്ല. ഡോക്ടർ പറയുന്നുണ്ട്, കൊച്ചിൻ്റെ കൂടെ നിർത്താനായിട്ട് പറ്റില്ല, ICU ആണ്, അതുകൊണ്ട് പുറത്തിരുന്നാൽ മതി. വൈകുന്നേരം ഇദ്ദേഹം ഒരു അനുവാദം ചോദിക്കുന്നുണ്ട് കുട്ടിയെ ഒന്നുകൂടെ കാണാനായിട്ട്. ഡോക്ടർ അനുവദിച്ചു. ഇങ്ങനെ കരയുന്ന അപ്പൻ, കൂടെ നിൽക്കാനായിട്ട് കരയുന്ന കൊച്ചിനോട് അപ്പൻ കൊടുക്കുന്നൊരു ഉറപ്പുണ്ട്. അവനെ കിടത്തിയിരിക്കുന്നത് ICUവിൻ്റെ ഏറ്റവും അറ്റത്ത് ഭിത്തിയോട് ചേർന്നുള്ള ഒരു കട്ടിലിലാണ്. അപ്പൻ ആ കുട്ടിക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്, മോനെ, നീ ഈ കട്ടിലിൽ ഉറങ്ങും, നീ സ്വസ്ഥമായിട്ടിരിക്കുക, അപ്പൻ ഈ മതിലിൻ്റെ അപ്പുറത്തുണ്ടാകും. എന്നിട്ട് അദ്ദേഹം ICU വിട്ട് പുറത്തിറങ്ങി പോരുകയാണ്. ആ ഡോക്ടർ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ അദ്ദേഹം ഹോസ്പിറ്റലിൽ വന്ന് വെളുപ്പിനെ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച, ഈ അപ്പൻ തൻ്റെ 2 കൈകളും ഇങ്ങനെ വിരിച്ചു പിടിച്ചിട്ട് തൻ്റെ നെഞ്ച് ആ ഭിത്തിയോട് ചേർത്ത് വെച്ചിട്ട് നിൽക്കുകയാണ്. ആ മതിലിൻ്റെ അപ്പുറത്ത് തൻ്റെ കുഞ്ഞ് കിടക്കുന്നുണ്ട്. അവന് ആ അപ്പം കൊടുത്തത് ഉറപ്പുണ്ട്, ഇതിൻ്റെ ഇപ്പുറേ നിന്നോടൊപ്പം ഞാനുണ്ടാകും. ആ ഡോക്ടർ കണ്ണീരോടപ്പനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താണിത്? അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ വേദനകളുടെ ഭാഗമാവുകയാണ്. അവന് ഞാനൊരു കൊടുത്തൊരു ഉറപ്പുണ്ട്, ഈ മതിലിൻ്റെ ഇപ്പുറേ നിന്നെ ചേർത്ത് പിടിച്ച് ഞാനുണ്ടാകുമെന്ന്. ഡോക്ടർ ICUവിൽ കയറി നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച, ഈ കുഞ്ഞ് ശാന്തമായിട്ടുറങ്ങുകയാണ്. തൻ്റെ അപ്പൻ മതിലിനപ്പുറത്ത് നിൽപ്പുണ്ടെന്ന ഉറപ്പിൽ ആ കുഞ്ഞ് ശാന്തമായിട്ടുറങ്ങുകയാണ്. ഇതാണ് നിൻ്റെ വേദന അറിയുന്ന ദൈവത്തിൻ്റെ സ്നേഹം. കുരിശിൽ കാണുന്ന മനോഹരമായ സ്നേഹം അതാണ്. ഇരുകരങ്ങളും വിരിച്ചു പിടിച്ചിട്ട് തുറന്ന നെഞ്ചിലേക്ക് അവൻ നമ്മളെയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് പറയുന്നത്, ഈ വേദനകളൊക്കെ എൻ്റെ കൂടെയാണ്, നീ കടന്നു പോകുന്ന സങ്കടങ്ങളൊക്കെ എൻ്റെ കൂടെ സങ്കടങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാം. എൻ്റെ സങ്കടങ്ങളൊക്കെ എൻ്റെ ദൈവത്തിൻ്റെ സങ്കടങ്ങളാണ്. എൻ്റെ സങ്കടങ്ങൾക്ക് പരിഹാരമായിട്ടാണ് അവൻ ഇതെൻ്റെതെന്ന് പറഞ്ഞ് മുറിക്കപ്പെട്ടത്, എൻ്റേതെന്ന് പറഞ്ഞവൻ ചിന്തപ്പെട്ടത്. എൻ്റെ സഹനങ്ങൾ, എൻ്റെ വേദനകളൊക്കെ സ്വന്തമാക്കാനായിട്ടാണ്. ആ ഒരു കൃപയുടെ ഓർമ്മകളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമുക്ക് പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ സങ്കടങ്ങൾ അറിയുന്ന ദൈവമേ, നിൻ്റെ കരത്തിൽ പിടിച്ച് നടക്കാൻ എന്നെ പഠിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.